നരേന്ദ്രമോദിയാണ് ബി.ജെ.പിയുടെ ഏക മുഖം. മുഖ്യ പ്രചാരകൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്തൊക്കെയാ പറയുന്നത്? കച്ചിത്തീവ്, ദ കേരള സ്റ്റോറി, മട്ടൻ കറി, മീൻ പൊരിച്ചത്, മുസ്ലിങ്ങൾക്കെതിരെ പെറ്റുകൂട്ടുന്നവർ, നുഴഞ്ഞുകയറ്റക്കാർ, മംഗല്യസൂത്രം. നമുക്കൊരു പ്രധാനമന്ത്രിയുടെ നിലവാരത്തിലുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളാണോ ഇവയൊക്കെ തന്നെയും? ഇന്നിപ്പോൾ PFIയും ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഈ വിഷയത്തിലൊന്നും തൊടാൻ ഉദ്ദേശിക്കുന്നില്ല. BJPയുടെ ആദ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അബ്കെ ബാർ 400 പാർ ആണ്. അത് പതുക്കെ മുക്കിക്കളഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? ഈ അബ്കെ ബാർ 400 പാർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഇവർ ഭരണഘടന മാറ്റുകയാണ്, ഇവർ സംവരണം എടുത്തു കളയാൻ ശ്രമിക്കുകയാണ് എന്ന്. രാജ്നാഥ് സിംഗ് ദ ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഭരണഘടന ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ്. രണ്ട്, ഞങ്ങൾ റിസർവേഷൻ മാറ്റാൻ പോകുന്നില്ല എന്ന്. പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ ബിബേക് ഒബ്രോയ് അദ്ദേഹം പറയുന്നത് ഭരണഘടന മാറ്റുമെന്നല്ല, ഭരണഘടനയിൽ ഭേദഗതി വരുത്തുമെന്നല്ല, ഭരണഘടന അപ്പാടെ മാറ്റണം എന്നുള്ളതാണ്. നമുക്കറിയാം അനന്തകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, 400 സീറ്റ് കിട്ടിയാൽ മാത്രമേ ഭരണഘടന മാറ്റാൻ പറ്റുള്ളൂ. വലിയ പ്രതിസന്ധിയിലാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. മുദ്രാവാക്യം ഉടച്ചു വാർക്കേണ്ട അവസ്ഥയിലേക്ക് BJP പോവുകയാണ്. കാരണം തോൽവി മുന്നിക്കാണ്. ഇന്ന് ഛഗൻ ഭുജ്ബൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഛഗൻ ഭുജ്ബൽ പവാർ പക്ഷത്തെ അജിത് പവാർ പക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. 2014, 2019 പോലെ മഹാരാഷ്ട്രയിൽ എളുപ്പമായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഉദ്ധവ് പവാർ സഹതാപ തരംഗം അവിടെ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ്. നാഷിക്കിൽ നിന്ന് അയാൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ BJP പോകെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിൽ പോകെ സ്ഥാനാർത്ഥികൾ പിൻവാങ്ങുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, Meet the editors.